കളർഫുള്ളായിട്ടുള്ള കൊഴുക്കട്ട റെഡിയാക്കിയാലോ നമുക്ക്. ഇതിലേക്ക് കുറച്ച് നെയ്യിടുക. ഇതിന് ലേശം ചുവന്ന നിറം വരുന്ന വരെ വറുത്തെടുക്കുക. തേങ്ങ ഈ നിറമാകുമ്പോൾ ഇതിലേക്ക് ശർക്കര ഇടുക. പൊടിച്ച് വെച്ച ശർക്കര ഇടുക. പൊടിച്ച് വെച്ച ഏലക്ക ഇടുക. ഏകദേശം ഇതുപോലെ ആയി വരുമ്പോൾ സ്റ്റവ് ഓഫാക്കി ചെറിയ ചൂടോടെ ഇത് ഉരുളകളാക്കി എടുക്കണം. ഒരു ഗ്ലാസ് അരിപ്പൊടി, പച്ചരിപ്പൊടിയാണ്. ആവശ്യത്തിന് ഇടുക. ഇത് മിക്സിയിൽ അരച്ചെടുത്ത ബീറ്റ്റൂട്ടാണ്. ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്ത് മാവിലേക്ക് ഒഴിക്കുക. തിളപ്പിച്ച വെള്ളമാണ്. ഇത് ലേശം അതിൽ മിക്സ് ചെയ്തിട്ടാണ് അരിപ്പ കൊണ്ട് അരച്ചതിന് ശേഷം വേണം ഒഴിക്കാൻ. ഇതിങ്ങനെ ഉരുളകളാക്കി എടുക്കുക. ഇതിങ്ങനെ ഉള്ളിലേക്ക് പരത്തി കൊടുക്കുക. വിരൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന വെല്ലം തേങ്ങയൊക്കെയുള്ള ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കാണാത്തതുപോലെ ഉരുട്ടിയെടുക്കുക. അതേപോലെ മാവെടുത്ത് ലേശം ഉപ്പിട്ടിട്ട്, ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. അതിലേക്ക് ലേശം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാവിലേക്ക് ഒഴിക്കുക. തേങ്ങയും വെല്ലവും ചേർത്ത മിശ്രിതം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെക്കുക. ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. അതിൽ നേരത്തെ ചെയ്ത പോലെ ഇത് ചെയ്യുക. ഇഞ്ചി, പുതിന, മല്ലിയില ഒക്കെ കൂടി അരച്ചതാണ്. ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ച് എടുക്കുക. പല നിറത്തിലുള്ള കൊഴുക്കട്ട റെഡി. കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയൂ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.